വടുതല മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 29 വരെ നടക്കും. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടക്കുന്ന വയലാർ MK കൃഷ്ണൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനു വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റിലൂടെ നടക്കുന്ന ഫുട്ബോൾ മേള എല്ലാ വർഷവും നടത്തി വരാറുള്ള മേള ഈ വർഷവും നല്ല ഗജവീരന്മാരെ പോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഉയർന്നു നിൽക്കുന്ന ഈ വടുതലയിൽ ഏറ്റവും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ പരിപാടിയിൽ എല്ലാ ജനങ്ങളും ജാതിമത രാഷ്ട്രീയ എല്ലാവരും പങ്കെടുക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ആശംസകൾ. 31ാമത് വയലാർ MK കൃഷ്ണൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുക. ഡിസംബർ 22 മുതൽ 29 വരെ വൈകിട്ട് 7-നാണ് മത്സരം നടക്കുന്നത്. 22-ന് രാവിലെ 9:30 ആരംഭിക്കുന്ന വിളംബര റാലി പൂച്ചാക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സണ്ണി ഫ്ലാഗ് ഓഫ് ചെയ്യും. ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ നായർ IPS സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫൈനൽ മത്സരം മുൻ MP AM ആരിഫ് കിക്ക് ഓഫ് ചെയ്യും. സമാപന സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. 23 മുതൽ 29 വരെ വൈകിട്ട് 7 നടക്കുന്ന ടൂർണമെന്റിൽ തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത, കമാൽ M മാക്കിയിൽ, ചേർത്തല ASP ഹരീഷ് ജെയിൻ, മുൻമന്ത്രി വയലാർ രവി, ദലീമ ജോജോ MLA, ജയരാജ് PK എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് ടീമും എക്സൈസ് ടീമും തമ്മിൽ നമ്മുടെ സമാപന ദിവസമായ 29-ാം തീയതി നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുന്നു. അത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ന് ഇത് കിക്ക് ഓഫ് ചെയ്യുന്നത് AM ആരിഫാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട SP ആണ്, MP മോഹനചന്ദ്രൻ നായർ സാറാണ്, പോലീസ് മേധാവി. അതുപോലെ തന്നെ നമ്മുടെ DYSP ഹാരിസ് ജെയിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മിനിസ്റ്റർ പ്രസാദ് സാറ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ, നമ്മുടെ MLA ശ്രീ വയലാർ രവി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്.